ഹായ് ഓൾ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു ദൈവവിളി വന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ജന്മനിയോഗം പൂർത്തീകരിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളൊരു ദൈവവിളി നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ കർമ്മ ക്ലിയറൻസ് ഒക്കെ പൂർത്തിയായി ഹീലിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലുള്ളവരുടെ ഒരു എനർജിയാണ് ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു ആത്മീയ പാതയിലോട്ടുള്ളൊരു സഞ്ചാരമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടേതായ ഒരു പുനർജനനം ആണ് ഇവിടെ വരുന്നത് കേട്ടോ. നിങ്ങളുടെ ഈ പാതയിലോട്ട് ഡിവൈൻ നിങ്ങളെ സ്വയം സെലക്ട് ചെയ്തതായിട്ടാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. പലരും ആത്മീയ ജ്ഞാനം നേടുന്ന ഒരു സ്റ്റേജിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ കൂടെ കർമ്മ നിങ്ങൾ ഏറ്റെടുത്ത് വീട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിലൂടെ പൂർത്തീകരിക്കേണ്ട കർമ്മകളാണ് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ദൈവകരങ്ങളാണ് നിങ്ങളെ ഇതിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് ഇവിടെ മെസ്സേജ് ഡിവൈൻ തരുന്നത്. നിങ്ങളുടെ മുന്നിൽ പല പ്രപഞ്ച രഹസ്യങ്ങളും തുറന്നു വരുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സൽ എനർജിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. ഹീലിംഗ് ആണ് നിങ്ങളുടെ ജന്മനിയോഗം എന്നിവിടെ കണക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ ടാരോ റീഡേഴ്സും റേക്കി ഹീലേഴ്സ് മറ്റ് പല തരത്തിലുള്ള ഹീലേഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ വരുന്നത്. എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ളതാണ് നിങ്ങളുടെ ഈ നിയോഗം എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. മറ്റുള്ളവർക്കൊരു ഗൈഡൻസ് അതുപോലെ ഹീലിംഗ് ഒക്കെ കൊടുക്കാൻ കഴിയുന്ന സോൾ പർപ്പസ് ആണ് നിങ്ങളുടേത് എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് നന്നായിട്ട് ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോളിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള ഒരു അവയർനെസ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തന്നെ നിങ്ങളും നിങ്ങളുടെ സോളുമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സോൾ വളരെയധികം പവർഫുൾ ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആത്മീയവും ഭൗതികവുമായ തരത്തിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നും ഇവിടെ മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചിലർക്കൊക്കെ ജോബൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെയൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണലി ഒരു അല്പം ഡൗൺ ആവാനുള്ളൊരു സാധ്യതയ്ക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലരിവിടെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ അലട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആരോടും ഒന്നും പറയാൻ കഴിയാതെ എല്ലാം സ്വയം സഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കണക്റ്റായിട്ട് വരുന്നത്. നിങ്ങൾക്കിവിടെ ഒരു കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ പാതയിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ വിജയിക്കോ, ഇനിയും എന്തൊക്കെ പരീക്ഷണങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങളെ തേടി എത്തുന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സ്വന്തം കഴിവുകളിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ ഇവിടെ തരുന്നത്. ഗീവപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഈ ആത്മീയ പാത എന്ന് പറയുന്നത് അത്യധികം ക്ഷമയോടുകൂടിയും അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജും ഇവിടെ തരുന്നുണ്ട്. കുറച്ച് നാൾ നിങ്ങൾ ഈ സ്റ്റേജിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഒരു ക്ലാരിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നിവിടെ കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾ നിങ്ങളുടേതായ ഹീലിംഗ് പ്രോസസ്സ് യൂണിവേഴ്സിനും അതുപോലെ തന്നെ മണിക്കും ഒക്കെ ചൊല്ലുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ മുടക്കം കൂടാതെ തന്നെ ചെയ്തു പോവുക. പിന്നെ ഇത് നിങ്ങളെ ഒരു പിടിവള്ളി പോലെ നിങ്ങളെ ഇതെല്ലാം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇതൊന്നും മുടക്കാതെ നിങ്ങൾ മറക്കാതെ കൃത്യമായിട്ട് ചെയ്യാട്ടോ. പിന്നെ നിങ്ങളൊരു നർച്ചറിങ് എനർജിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മറ്റുള്ളവരെ കൂടെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ ഒന്ന് സഹായിക്കുക എന്നൊരു മെൻറ്റാലിറ്റി നിങ്ങളിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മദർ ലൈക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന തരത്തിലുള്ളൊരു എനർജിയിലോട്ടാണ് നിങ്ങൾ കണക്റ്റായിട്ട് വരുന്നതെന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഇമോഷണലി വളരെയധികം സാറ്റിസ്ഫൈഡ് ആകുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിൽ പലരും വീട് വെക്കുന്നതായിട്ടും വീട് ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് ഒക്കെ നിങ്ങൾ മേടിക്കുന്നതായിട്ടുള്ളൊരു എനർജി ഇവിടെ കണക്റ്റായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. ഡിവൈൻ തന്നെയാണ് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തന്ന ഈ എനർജിയിലോട്ട് കൊണ്ടെത്തിക്കുന്നതെന്നാണ് മെസ്സേജ് കിട്ടുന്നത് കേട്ടോ.
പിന്നെ ഇവിടെ നിങ്ങൾക്ക് ധാരാളം ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലോട്ട് വരുന്നൊരു എനർജിയും കാണാൻ പറ്റുന്നുണ്ട്. പുതിയ പുതിയ പ്രതീക്ഷകളും അതുപോലെ തന്നെ അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് കൂടുതൽ അലൈനായിട്ട് വരുന്നതായിട്ടും അതുപോലെ തന്നെ ഡിവൈൻ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ഇമോഷണലി വളരെ അധികം നിങ്ങൾ ശാന്തരാകുന്നതായിട്ടും ഇന്നർ പീസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ഒക്കെ നല്ല ഒരു മെസ്സേജാണ് വരുന്നത്. നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത ഡിവൈൻ തരുന്ന ഒരു എനർജിയിലോട്ടൊക്കെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പെയിൻഫുൾ ആയിട്ടുള്ള പല സാഹചര്യങ്ങൾക്കും ഒരു അവസാനം വരുന്നൊരു എനർജിയാണ്. നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങളെ വിട്ട് അകലുന്നൊരു എനർജിയിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഹീലിംഗ് ഒക്കെ നിങ്ങൾ ഈ സമയത്തും കണ്ടിന്യൂസ് ഒരു കാരണവശാലും നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സും ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും മുടക്കാൻ പാടില്ല കേട്ടോ. അത് കൃത്യമായിട്ട് തന്നെ ചെയ്തു പോവുക. അപ്പോൾ ആ പ്രോസസ്സൊക്കെ നിങ്ങളുടെ ഈ ജേർണിയിൽ നിങ്ങൾ ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാരണവശാലും ഇതൊന്നും മുടക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ വളരെ ക്യൂരിയസ് ആയിട്ട് എല്ലാം നിരീക്ഷിക്കുന്ന ഒരു എനർജിയിലോട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പുതിയ ചില പഠനങ്ങളിലോട്ടെല്ലാം നിങ്ങളുടെ ശ്രദ്ധ തിരിയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക എന്നൊരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അതിനെ ഒന്ന് അതിജീവിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ മനസ്സിൽ പറയാൻ വരുന്നതായിരിക്കില്ല പുറത്ത് വരുന്നത് എന്നുള്ളൊരു മിസ്കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ഉറപ്പിച്ചതിന് ശേഷം മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒരു എടുത്തുചാട്ടം ഉള്ളൊരു സാഹചര്യത്തിലൂടെ പോകാനൊരു സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ മെസ്സേജ് വരുന്നത്. അതിനുശേഷം നിങ്ങളൊരു സ്ട്രോങ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സംതൃപ്തമായ ജീവിതം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ പോകുന്നുണ്ട്. അതിവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ തക്കവണ്ണം കാശ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് കൂടാണ്ട് മറ്റുള്ളവരെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതൊരു ചാരിറ്റി വർക്കാവാം, എന്ത് വേണോ ആകാം, മറ്റുള്ളവരെ കൂടെ സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങളെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ സ്റ്റെബിലിറ്റിയും നിങ്ങൾ തേടിയെത്തുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കണക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ എക്സ്പാൻഡ് ആകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ചില സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ വീണ്ടും ഇവിടെ പഠനത്തിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. കുറെ കൂടെ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ സ്റ്റെബിലിറ്റി തരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു യൂത്ത്ഫുൾ എനർജിയിൽ തന്നെ നിങ്ങൾ ഇതെല്ലാം നേടിയെടുക്കുന്നതായിട്ടാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. വളരെ ഈഗർ മൈൻഡഡ് ആയിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങളൊരു ഈക്വൽ ഗിവൺ ആൻഡ് ടേക്ക് എനർജിയിലോട്ട് മാറ്റപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എനർജി മറ്റുള്ളവർക്ക് കൊടുക്കുകയും അതുപോലെ തിരികെ നിങ്ങൾക്കും ലഭ്യമാക്കുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങൾ മാറ്റപ്പെടുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എക്സ്ചേഞ്ചിലൂടെ ലൈഫ് പർപ്പസുമായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ എനർജിയാണ് ഇന്നിവിടെ കണക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി പറയാനുള്ളത്, ഈ കാണുന്ന എല്ലാവരും ഈ എനർജിയിലോട്ട് ആകണം എന്നില്ല. അപ്പോൾ ഈ എനർജിയിലോട്ട് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജന്മനിയോഗം, ലൈഫ് പർപ്പസ് എന്താണോ അതിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളും ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഓപ്നോ യൂണിവേഴ്സിനും മണിക്കും പറയുക 108 തവണ ഡെയിലി പറയുക. അതുപോലെ തന്നെ ഫോർഗീവ്നെസ്, ലൈഫിൽ വന്നിട്ടുള്ള എല്ലാ സുഖകരവും ദുഃഖകരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഫോർഗീവ്നെസ് കൊടുക്കുക. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് കാര്യത്തിനും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അത് എഴുതുന്നതാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. 21 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പ്രേയേഴ്സ് അതൊക്കെ എപ്പോഴും ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ കർമ്മയൊക്കെ ക്ലിയർ ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് മെൻറ്റാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷനും നിങ്ങൾ കൊണ്ടുനടക്കാൻ പാടില്ല. പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും ആലോചിക്കുക. എങ്കിലേ നിങ്ങളിലോട്ടും പോസിറ്റീവായിട്ടുള്ള എനർജി അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾക്കും ആ പോസിറ്റീവ് വൈബിലോട്ട് തുടരാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ അപ്പോഴേ തന്നെ നിങ്ങൾ അതിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവന്ന് നിങ്ങൾ പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളും ഈ എനർജിയിലോട്ട് വരിക കേട്ടോ. നിങ്ങളെയും വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് കാത്തിരിക്കുന്നത്. നിങ്ങളും ഇതിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക കേട്ടോ. അപ്പോൾ ഇതാണ് റീഡിങ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.